കേരളത്തിലെ റോഡുകളുടെ കാര്യത്തിൽ കേന്ദ്രത്തിന് നിർബന്ധ ബുദ്ധിയില്ലെന്നാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ച് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി ഓസ്കാർ ഫെർണാണ്ടസ് വ്യക്തമാക്കിയത്. ദേശീയപാത വികസനത്തിനായി 45 മീറ്റർ തന്നെ ഏറ്റെടുക്കുമെന്ന നിലപാടുമായി മുന്നോട്ടു പോകുന്ന ഹൈവേ അതോറിറ്റിക്കുള്ള തിരിച്ചടിയായാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന വിലയിരുത്തപ്പെടുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകളും മറ്റു മതസംഘടനകളുമൊക്കെ 45 മീറ്റർ സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇതെല്ലാം അവഗണിച്ച് നിർബന്ധപൂർവ്വം ഭൂമി ഏറ്റെടുക്കുന്നതിനായി ജില്ലാ ഭരണകൂടങ്ങൾ ഒരുങ്ങുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം പുറത്തുവന്നത്. കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയതോടെ ഹൈവേ അതോറിറ്റിയുടെ പിടിവാശി എന്തിനായിരുന്നുവെന്ന് പരിശോധിക്കണമെന്ന് കുടിയൊഴിപ്പിക്കപ്പെടേണ്ടിവരുന്നവരുടെ സമരസമിതി ആവശ്യപ്പെട്ടു. പക്ഷേ നമ്മുടെ കേരളത്തിൽ 45 മീറ്ററിൽ തന്നെ ഈ പാത പണിയണം എന്ന് താല്പര്യപ്പെടുന്ന ഒരു സംഘം രാഷ്ട്രീയ നേതാക്കന്മാരും മാനേജ്മെൻറ്റ് വിദഗ്ധരും അതുപോലെ തന്നെ BOT മാഫിയയുടെ അച്ചാരം പറ്റുന്ന കുറേ ആളുകൾ ഉൾപ്പെട്ട ഒരു സംഘം, ഒരു ഗൂഢാലോചനാ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. നിലവിൽ ഹൈവേ അതോറിറ്റിയുടെ കീഴിലായുള്ള ദേശീയപാത 17-ലും 47-ലും സ്ഥലമേറ്റെടുപ്പിനെതിരെ വലിയ ജനകീയ പ്രതിഷേധമാണ് ഉയരുന്നത്. കേന്ദ്ര നിലപാട് മറനീക്കി പുറത്തുവന്ന സാഹചര്യത്തിൽ ഈ രണ്ട് പാതകളും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് 30 മീറ്റർ വീതിയിൽ വികസനം നടപ്പാക്കണമെന്നാണ് ഇരകളുടെ ആവശ്യം. എന്നാൽ ഈ 30 മീറ്റർ ഏറ്റെടുക്കുന്നതിനായി സർക്കാർ മുന്നോട്ടുവെച്ച നഷ്ടപരിഹാര തുക നാമമാത്രമാണെന്ന പരാതിയുമായി സമരത്തിലാണ് കുടിയിറക്കപ്പെടേണ്ടിവരുന്നവരുടെ സമരസമിതി. PC സൈഫുദ്ദീൻ, മീഡിയ 1